എത്രയൊക്കെ സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാലും അത് പാളിപ്പോകാൻ നിമിഷ നേരം മാത്രം മതി. ഇന്ന് ഡൽഹി നിയമസഭയിൽ നടന്ന സംഭവം ഒന്ന് നോക്കൂ. കാറിൽ ഒരു അജ്ഞാതനെത്തുന്നു. അയാൾ പോലീസ് ബാരിക്കേഡ് തകർത്ത് നിയമസഭാ കവാടത്തിലേക്ക് അതിവേഗം കടക്കുന്നു. സ്പീക്കർ വിജേന്ദ്ര ഗുപ്തയുടെ കാറിൽ മഷിയൊഴിച്ച് ഒരു ബോക്കയും വെക്കുന്നു. സംഭവിച്ചത് വൻ സുരക്ഷാ വീഴ്ചയാണ്. പ്രതികളെന്ന് സംശയിക്കുന്ന 3 പേരും അവരെത്തിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തോടെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. എന്താണ് നിയമസഭാ വളപ്പിൽ സംഭവിച്ചതെന്ന് വിശദമായി പറയും വിഷ്ണു പ്രസാദ്. സമയം ഉച്ചയ്ക്ക് 2:05. ഗേറ്റ് നമ്പർ 2. ഡൽഹി നിയമസഭയിൽ നിയമസഭാ സമ്മേളനങ്ങൾ ഉള്ളപ്പോൾ VIP-കൾ പ്രവേശിക്കുന്ന ഗേറ്റാണ് ഗേറ്റ് നമ്പർ 2. നിയമസഭാ സമ്മേളനം അവസാനിച്ചതിനാൽ തന്നെ കാര്യമായ സുരക്ഷ അവിടെ ഉണ്ടായിരുന്നില്ല. വെള്ള കളർ SUV കാറാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ ഗേറ്റ് തകർത്ത് ഉള്ളിലേക്ക് കയറിയത്. മുഖം മൂടി ധരിച്ച് കഴുത്തിൽ ചെണ്ടുമല്ലിപ്പൂവിൻ്റെ ഒരു മാലയെല്ലാം ഇട്ടുകൊണ്ട് ഒരാൾ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കാറിൽ പ്രവേശിക്കുന്നു. തുടർന്ന് നിയമസഭാ സ്പീക്കറുടെ ഓഫീസിന് സമീപത്തേക്ക് പോയ ഇയാൾ, കാർ നിർത്തി അങ്ങോട്ട് പോയ ഇയാൾ അതിന് സമീപത്തുണ്ടായിരുന്ന പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ മഷിയൊഴിച്ചു. ശേഷം പോർച്ചിൽ തന്നെ ഒരു ബൊക്കയും വെച്ച് 5 മിനിറ്റ് നേരം അവിടെ ചെലവഴിച്ച് പുറത്തേക്ക് രക്ഷപ്പെട്ടു. എങ്ങനെയാണ് ഇത്ര വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ആക്രമണം പോലെ ഈ കാർ ഉള്ളിലേക്ക് എത്തിയതെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോയതെന്നോ ചിന്തിക്കാൻ പോലും സുരക്ഷയൊരുക്കിയിരുന്ന CRPF-ന് മതിയായ സമയം കിട്ടിയില്ല. സംഭവം വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഡൽഹി നിയമസഭാ മന്ദിരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ഫോറൻസിക് സംഘമെത്തി പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡെത്തി ഇയാൾ വെച്ച ബൊക്കയിൽ ഉൾപ്പെടെ പരിശോധന നടത്തി സ്ഫോടക വസ്തുക്കൾ ഇല്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാൾ ഡൽഹിയിലെ മറ്റൊരു ജനവാസ മേഖലയിൽ നിന്ന് പിടിയിലാകുന്നത്. സുരക്ഷാ വീഴ്ചയ്ക്ക് ഉപയോഗിച്ച കാറും അതിലുണ്ടായിരുന്ന പ്രതിയെയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് പിലിഭത്ത് സ്വദേശിയാണ് പിടിയിലായ സർബ്ജിത്ത് സിംഗ്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ ടാക്സി ഡ്രൈവർമാരാണ് എന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇയാൾക്ക് മാനസികമായി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇയാൾ പിലിഭിത്തിൽ നിന്ന് തന്റെ കസിനെ കാണുന്നതിന്, അതായത് ബന്ധുവിനെ കാണുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിലെത്തിയത് എന്നാണ് പോലീസ് നൽകിയിട്ടുള്ള ആദ്യ മൊഴി. സംഭവത്തിൽ ഉന്നതതല സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് പോലീസ്. ഖലിസ്ഥാൻ ഭീകരവാദികളിൽ നിന്ന് ഡൽഹി നിയമസഭാ മന്ദിരം ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചത് ഒരാഴ്ച മുൻപാണ്. ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടും എങ്ങനെ ഇത്തരമൊരു സുരക്ഷാ വീഴ്ച ഡൽഹി നിയമസഭാ മന്ദിരത്തിന് ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഡൽഹി പോലീസ് ഏറെ ആശങ്കപ്പെടുന്നുണ്ട്. ഡൽഹിയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടങ്ങളിലൊന്നാണ് ഡൽഹി നിയമസഭാ മന്ദിരം. സംഭവം നടക്കുമ്പോൾ ഡൽഹി നിയമസഭാ സ്പീക്കർ മന്ദിരത്തിനുള്ളിലുമുണ്ട്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. നേരത്തെ ഭീഷണി മുഴക്കിയ ഖലിസ്ഥാൻ വിഘടനവാദികളുടെ പങ്കും ഈ കേസിൽ പോലീസ് സംശയിക്കുന്നുണ്ട്.